നമസ്കാരം. സരസ്വതി മന്ദിരത്തിലെ എല്ലാവർക്കും ഷിക്കാഗോയിൽ നിന്നും ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ഫാമിലി അനുവിൻ്റെയും മൃത്തികയുടെ വിനീതമായ കൂപ്പുകൈ. കുടുംബയോഗത്തിൽ ടേക്ക് പാർട്ട് ചെയ്യാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട്, ഇപ്പോൾ അവിടെ എത്താനുള്ള അവസരമില്ലാത്തതുകൊണ്ട് ഒരു 4 സെൻറ്റൻസ് പറഞ്ഞ് ഒരു 4 വരി പാടിയിടാൻ പറ്റുമോ എന്ന് അച്ചുവിൻ്റെ ഒരു റിക്വസ്റ്റിൻ്റെ പുറത്ത് ട്രൈ ചെയ്യാണ്. ജസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും 4 വരി ഭജൻ വെച്ച് പാടി ഒരു പാർട്ടിസിപ്പേഷൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഭജൻ 4 വരി ഞാൻ പാടാം. അത് കഴിയുമ്പോൾ റീതികയുടെ വക മൂകാംബിയിൽ വാഴും ദേവി സരസ്വതി, മൂകാംബികേ ദേവി ജഗദംബികേ. മൂകാംബിയിൽ വാഴും ദേവി സരസ്വതി, മൂകാംബികേ ദേവി ജഗദംബികേ. സപ്തസ്വരങ്ങളിൽ മുക്തഗീതങ്ങളിൽ, സപ്തസ്വരങ്ങളിൽ മുക്തഗീതങ്ങളിൽ ആനന്ദ ഭൈരവി സത്യസ്വരൂപിണി, ആനന്ദ ഭൈരവി സത്യസ്വരൂപിണി. മൂകാംബിയിൽ വാഴും ദേവി സരസ്വതി, മൂകാംബികേ ദേവി ജഗദംബികേ. ഋതികയുടെ ഒരു കൃതി. സരസി ഗുഹാസനാ പ്രിയേ അംബാ, 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 സദാ വീണാഗാന പ്രിയേ സദാനന്ദ ഹൃദയേ മയി സദയ സരസി ഗുഹാസനാ പ്രിയേ അംബാ, സദാ വീണാഗാന പ്രിയേ സദാനന്ദ ഹൃദയേ മയി സദയ സരസി ഗുഹാസനാ പ്രിയേ അംബാ. നാലുപേരിൽ നിർത്താണ്, ബാക്കി മുഴുവൻ പാടുന്നില്ല. വിനീതമായ നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ നല്ലൊരു അവസരം കളയണ്ട. അപ്പോൾ വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ഒരു കുടുംബയോഗം എന്നുള്ള ആശയം വന്നു തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായെങ്കിലും അതൊരു യാഥാർത്ഥ്യമായി മാറുന്നത് ഇപ്പോഴാണ്. അതിൽ പങ്കുകൊള്ളണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. എന്തോ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ വർഷത്തെ ജൂലൈ ഓഗസ്റ്റ് യാത്ര മുടങ്ങുകയും എനിക്ക് വരാനാവാതെ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഉണ്ട്. അടുത്ത ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പങ്കെടുക്കണമെന്നും ആഗ്രഹമുണ്ട്. ഇതെല്ലാ വിജയാശംസകളും ഈ പരിപാടിക്ക് ഞാൻ നേരുന്നു. പിന്നെ രാജേട്ടൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഒരു പാട്ട് പാടി അയക്കണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിന് ഒരു ചെറിയ ശ്രമം ഞാനിപ്പോൾ ഇവിടെ നടത്തുന്നു. പാട്ട് സെലക്ട് ചെയ്തപ്പോൾ എന്ത് പാട്ട് പാടണമെന്ന് കുറേ നേരം ആലോചിച്ചു. പിന്നെ തോന്നി എന്തെങ്കിലും ഒരു റെലവൻസ് ഉള്ളൊരു പാട്ട് എടുത്ത് പാടുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പം അമ്മ
80കളിൽ എന്നെ പാടി ഉറക്കിയെന്ന് പറയപ്പെടുന്ന ഒരു പാട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചരണത്തിൽ നിന്നും പല്ലവിയിലേക്ക് എത്തുന്ന രീതിയിൽ പാടാം. ഇന്നലെയൊരു നവവാസര സ്വപ്നമായി നീ എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാഹ്ന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കൊലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്തശ്രീ എന്ന പോലെ മുക്താനുരാഗത്തിൻ്റെ പാനഭാജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരിയിൽ പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹലോ എല്ലാവരും അവിടെ അടിച്ചുപൊളിച്ചിരിക്കുകയായിരിക്കും അല്ലേ? ഞാൻ ഇത് മിസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആദ്യം രാജേട്ടനും വിനുവൊക്കെ ഈ കുടുംബസംഘം എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അങ്ങനെ അവൻ്റെ വെക്കേഷൻ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല നാട്ടിൽ വരുന്ന മാതിരി ഇപ്രാവശ്യം. പക്ഷേ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അതനുസരിച്ച് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അച്ഛൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. എൻ്റെയും അമ്മയുടെയും ബാലുവിൻ്റെയും ദീപ്തിയുടെയും സതീഷിൻ്റെയും പിള്ളേരുടെയും ഒക്കെ വിഷസും ഗുഡ് ലക്കും എല്ലാവർക്കും അവിടെ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വീഡിയോയും ഫോട്ടോസും ഒക്കെ കാണാനായിട്ട്. പിന്നെ ഡാൻസ് അച്ചു പറഞ്ഞു, പക്ഷേ ഒരു രക്ഷയില്ല. ഞങ്ങളിപ്പോൾ മെക്സിക്കോയിലാണ്. ഞാനിപ്പോൾ വെക്കേഷൻ വന്ന പിള്ളേരെയും കൊണ്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഒരുങ്ങി പ്രാന്താണെന്ന്. അപ്പോൾ ഡാൻസ് നിവർത്തിയില്ല. പക്ഷേ ഞാൻ അച്ചുവിന് ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ ഞാൻ കഴിഞ്ഞ മാസം ചെയ്തൊരു ഡാൻസ് പെർഫോമൻസിൻ്റെ. അപ്പോൾ അവളുടെ ഒരു സ്കില്ലൊക്കെ വെച്ചിട്ട് അവളത് എഡിറ്റൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അവളുടെ കൂടെ കോർഡിനേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. അവിടെ മിസ് ചെയ്യും ഞാൻ ഭയങ്കരമായിട്ട്. പക്ഷേ അടുത്ത പ്രാവശ്യം എല്ലാവരെയും ഒരുമിച്ച് കാണാനായിട്ട് നോക്കാം. ഓക്കെ, ബൈ. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ. കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് കുടുംബസംഗമൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാം. ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ നേരുന്നു. നിവി പറഞ്ഞെന്തെങ്കിലും എൻജോയ് പറ. ഗുഡ് ജോബ്, എൻജോയ് എവരിവൺ. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞ് സരസ്വതി മന്ദിരത്തിൻ്റെ ആദ്യത്തെ ഒഫീഷ്യലായിട്ടുള്ള ഗെറ്റ് ടുഗെദർ ഇന്ന് നടക്കുവാണ്. എന്തായാലും അത് ആദ്യം ഒരു ഇനിഷ്യൽ തോട്ടായിട്ട് വിനു ചേച്ചിയാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. പിന്നെ അത് വല്യമാമൻ ഏറ്റെടുത്തു, ഒഫീഷ്യലായി അത് എല്ലാവരോടും പറഞ്ഞു. പോകെ അതിൽ നമ്മുടെ വല്യമാമൻ പറഞ്ഞ പോലെ യങ് ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്ത് രായ് ചേട്ടൻ, അച്ചു, നമ്മുടെ സ്മിത ചേച്ചി, ഇന്ദു ചേച്ചി, ഉഷ ചേച്ചി എല്ലാവരും അതിൽ നന്നായി പങ്കെടുത്ത് അതിപ്പോൾ ഒരു സക്സസ്ഫുൾ ഇവൻ്റായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും, എൻ്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷിക്കുന്നു. നിങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം കിട്ടുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഫിസിക്കലി ഞാനവിടെ ഇല്ലെങ്കിലും ഈ ഒരു വീഡിയോയിലൂടെ എൻ്റെ പ്രസൻസ് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു.
എന്തായാലും എല്ലാവരും അടിച്ചു പൊളിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഈ ഒരു അവസരത്തിൽ അച്ചു കേട്ടോ എൻ്റെ കോർഡിനേഷൻ, പിന്നെ വിനി ചേച്ചി രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു ചെറിയ ഒരു 4 വരി ഒരു പാട്ട് പാടാം. ഓക്കെ, ഏത് പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാനോ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ അമ്മ ചിലപ്പോൾ പാടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞാനത് തന്നെ ഒരു 4 വരി പാടാം. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി, ചന്ദന പൂമ്പുടവ ചാർത്തിയ രാത്രി, കഞ്ചബാണദൂതിയായി നരികിലെത്തി, ചഞ്ചലേ നിൻ വിപഞ്ചിക തൊട്ടുണർത്തി, ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. കുറേ നാളെ പാട്ട് പാടിയിട്ട്. അപ്പോൾ എല്ലാവരും അടിച്ചു വിളിക്കാം. ഓക്കെ, ബൈ. ഹായ്, ഞാൻ ധന്യ. ഹായ്, ഞാൻ മാധുമിത. അപ്പൊ ഈ ഫാമിലി ഗെറ്റ് ടുഗദറിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മധുമിത കോളേജിൽ ചേരുവാണ് ഈ സെപ്റ്റംബറിൽ. ഞാൻ നോർത്ത് ഈസ്റ്റേൺ യൂണിവേഴ്സിറ്റി ഈ സെപ്റ്റംബറിൽ ചേരുക പുതിയതായിട്ട്. അതിന്റെ തിരക്ക് ഞാനും അമ്മ ഒത്തിരി ബിസി ആയിരുന്നു. അത് കാരണം ഇപ്പം നാട്ടിലോട്ടുള്ള ട്രിപ്പൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഞങ്ങളില്ലെങ്കിലും രാജേട്ടനും സ്മിതയും പാറുവും അച്ഛനും വരുന്നുണ്ട്. സോ നമ്മളില്ലാത്തതിന്റെ കുറവ് അവർ നിരത്തിക്കോളും. നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് പാട്ടും ഡാൻസും പ്രോഗ്രാംസും പല പല പ്രോഗ്രാംസും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ എല്ലാ വീഡിയോസും പിക്ചേഴ്സും എടുക്കണം, മറക്കരുത്. അതെല്ലാം ഷെയർ ചെയ്യണം ഫാമിലി ഗ്രൂപ്പിൽ. ആൻഡ് നമ്മൾ അതെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്തായാലും എല്ലാരും കൂടി ചേർന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുക, ഞങ്ങളെ ഓർക്കുക. ആൻഡ് ഹാവ് എ ബ്ലാസ്റ്റ്. ബൈ. ബൈ.